തത്വചിന്ത മനുഷ്യജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. അതാണോ മനുഷ്യന് മറ്റു ജീവികളിൽ നിന്നുള്ള വ്യത്യാസം? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവ്യത്വം എന്നോ എന്തെങ്കിലും നമുക്ക് പറയാവുന്ന ഒരു സാധനം ഈ തത്വചിന്തയാണോ? ഈ തത്വചിന്തയുടെ ആയുധം നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത് കൂടി തത്വചിന്തകൻ്റെ ഡ്യൂട്ടി അല്ലേ? തത്വചിന്ത നേടിയവനാണ് ഏറ്റവും സുഖിതൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ദുഃഖങ്ങൾ ഏറ്റവും സഹിച്ചവനല്ലേ ശരിക്ക് സുഖിതൻ? ദുഃഖം സഹിക്കുന്നവന് മാത്രമേ സുഖത്തിൻ്റെ വില അറിയുള്ളൂ. അങ്ങനെയല്ലേ ശരി? ഈ ചോദ്യങ്ങളെല്ലാം എല്ലാ മനുഷ്യരും എപ്പോഴും ചോദിക്കുന്നവയാണ്. ഇതിനൊക്കെ സ്വാനുഭവത്തിൽ നിന്ന് ഒരു കവി ഉത്തരം തരികയാണ്. എന്താ തരുന്നത്? ചാട്ടുകുന്തങ്ങൾ ചുറ്റും നിരന്നവൻ നാട്ടവിദ്യകൾ താനേ പഠിയുന്നു. നമ്മുടെ ചുറ്റും ചാട്ടുകുന്തങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് നമ്മളെ കുത്തി ഉപദ്രവിക്കാൻ എന്നുണ്ടെങ്കിൽ അതിൽ പെടാണ്ട് രക്ഷപ്പെടാനുള്ള സർക്കസ് നാട്ടവിദ്യ താനെ സഹജമായിട്ട് പഠിക്കുകയാണ്, അല്ലാണ്ട് പഠിക്കുകയല്ല എന്നുള്ളതാണ്. മർത്യജന്മത്തിനുള്ളിൽ കിടപ്പുണ്ടീ സ്തുത്യ ദിവ്യത. മനുഷ്യൻ്റെ ജന്മത്തിൻ്റെ അകത്ത് ഇങ്ങനെ സ്തുത്യമായ ഈ ഒരു ദിവ്യത സ്വയം പഠിക്കും എന്നുള്ളത് കിടക്കണുണ്ട്. അങ്ങനെയാണെങ്കിൽ ദിവ്യത എങ്കിൽ സുഖിതൻ ഞാൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ സുഖിതനാണെന്ന്. അപ്പം വേദന ഇല്ലാഞ്ഞിട്ടല്ല, ചുറ്റുപാടും ആളുകൾ ഉപദ്രവിക്കാഞ്ഞിട്ടല്ല, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സർക്കസ്, ഒരു ആട്ടവിദ്യ പഠിച്ചിട്ടാണ് ഞാൻ സുഖിതനായിട്ടിരിക്കുന്നതെന്നാണ് ആ കവി പറയുന്നത്. ചാട്ടുകുന്തങ്ങളുടെ മൂർച്ചയേറിയ മുന, കുത്തി വ്രണിതമായ മനസ്സുമായിട്ടാണ് ഒരു വ്യക്തി, ഒരു തത്വചിന്തകൻ അവയിൽ നിന്ന് വേദന ഏൽക്കാത്ത വിധം, അവയുടെ മുന ഏൽക്കാത്ത വിധം ചാടി പുതിയ ഒരു ആട്ടവിദ്യ അല്ലെങ്കിൽ ഒരു നൃത്തം എന്നോ ഒരു സർക്കസ് എന്നോ പറയാവുന്നത്. ആട്ടവിദ്യ ശരിക്കും സർക്കസ് കൂടിയാണ്. താനെ പഠിക്കുകയാണ്. താൻ പഠിക്കുന്ന വിദ്യ, താൻ പഠിച്ച വിദ്യ, ആ സർക്കസ് അയാൾ പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കണ്ട് രസിക്കാനല്ല, അവനവന് ഉപജീവനത്തിന് കൂടിയാണ് അല്ലേ? സർക്കസൊക്കെ കളിക്കരുത് സ്വന്തം ഉപജീവനത്തിനാണ്, മറ്റുള്ളവരെ വെറുതെ രസിപ്പിക്കാൻ മാത്രമല്ല ഞാൻ ചെയ്യുന്ന തത്വചിന്തയോടുകൂടി ചെയ്യുന്ന ഈ ജീവിതാഭ്യാസം മറ്റൊരാൾ പഠിക്കുകയാണെങ്കിൽ അവരും പഠിച്ചോട്ടെ എന്നേ വിചാരിക്കുന്നുള്ളൂ. അതിനെ ഇങ്ങനെയുള്ളൊരു സർക്കസിനെ, ഈ ഞാണിമ്മ കളിമാരത്തെ ഒരു സർക്കസാണ് ജീവിതം. അതിനെ ആരെങ്കിലും അഭ്യാസം എന്നോ കോമാളിക്കളി എന്നൊക്കെ വിളിച്ചാലും ആട്ടക്കാരന് കുഴപ്പമൊന്നുമില്ല. അയാൾ അതൊന്നും ശ്രദ്ധിക്കണ കൂടിയില്ല, ഒന്നുമല്ല അദ്ദേഹത്തിന്. അപ്പോൾ സൂര്യനെ നോക്കിയിട്ട് ആരെങ്കിലും പല്ലിളിച്ചിട്ട് ഈ അഭ്യാസം ഒന്ന് നിർത്തിക്കൂടെ, എന്തിനാ ദിവസം ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ സൂര്യൻ എന്താ പറയുക? ഒന്നും പറയില്ല. സൂര്യനൊന്നും സംഭവിക്കാനും പോണില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതമാകുന്ന യുദ്ധത്തിൽ മനുഷ്യൻ സുഖം പ്രയത്നിച്ച് നേടേണ്ട ഒന്നാണ്. ആ പ്രയത്നമാണ് ഏത് മഹാന്റെ ജീവിതത്തെയും മഹത്തരമാക്കുന്നത്. അപ്പോൾ മലപ്പാട്ടിൻ്റെ സുഖം നേടാനുള്ള പ്രയത്നത്തിൽ ദുഃഖങ്ങളിൽ നിന്നൊന്നും ഒളിച്ചോടാതെ അതിനെ മുഖാമുഖം നോക്കി നിന്ന് അതിനോട് വാഗ്വാദം ചെയ്തും അതിനോട് മല്ലടിച്ചും അതിനെ കീഴ്പ്പെടുത്തി നേടുന്ന സുഖത്തിൽ ആ സുഖം നേടിക്കഴിഞ്ഞു എന്നുള്ള പിന്തിരിഞ്ഞു നോക്കലിൽ, പ്രായമാകുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞു വന്ന ആളാണെന്നുള്ള ആ പിന്തിരിഞ്ഞു നോക്കലുണ്ടല്ലോ, അതിനെ തൻ്റെ ആട്ടവിദ്യ അല്ലെങ്കിൽ സർക്കസ് എന്ന് വിളിക്കാനുള്ള ആ നർമ്മബോധത്തിൽ, അതൊരു നർമ്മബോധമാണ്. ഞാൻ വലിയ മഹാനാണെന്നല്ല പറഞ്ഞ്, ഇതിൻ്റെ ആട്ടവിദ്യയാണെന്നാ പറഞ്ഞ്. അതിലൊരു നർമ്മബോധമുണ്ട്. അതിലെ ഒരു സ്തുത്യമായ ദിവ്യത കാണാനാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. ഒരുപാട് ദുഃഖങ്ങളിൽ കൂടെ കടന്നു പോകുന്ന നമ്മുടെ മനസ്സിൽ ആരോടും പരിഭവമോ ഒന്നുമില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, പക്ഷേ മറ്റുള്ളവർ ഏൽപ്പിക്കുന്ന മുള്ളുകളിൽ നിന്ന്, കുന്തങ്ങളിൽ നിന്ന് ഊരിപ്പോരാനുള്ള ഒരു ഫിലോസഫിയോട് കൂടിയിട്ട് ജീവിക്കുക എന്നുള്ള ആ ഒരു സംഗതി ഈ കവിയുടെ കവിതയാണ് എന്നെ പഠിപ്പിച്ചപ്പോൾ ജീവിതം ഇങ്ങനെയാണ് എന്ന് പഠിപ്പിച്ച കവിതയാണത്. ഈ നാലപ്പാട്ട് നാരായണ മേനോൻ താനൊരു ദിവ്യനാണെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്തും എവിടെയും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പഠിപ്പ്. തനിക്ക് എന്തെല്ലാം അറിവുണ്ടെങ്കിലും അതെല്ലാം താൻ, ഈ എന്തെല്ലാം ഫിലോസഫി തന്നിലുണ്ടെങ്കിലും അതെല്ലാം താൻ ഈ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ എന്താ പറയുക, മുൾമുനകളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വയം പ്രയത്നിച്ച് നേടിയതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ മറ്റെല്ലാ മനുഷ്യരെയും പോലെ താനും ഈ സംസാര സാഗരത്തിൽ ആരുടെയോ ലീലയാൽ, ആരെന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ ലീല കൊണ്ട് തന്നെ ആരുടെയോ ലീലയാൽ വന്നു വീണ ഒരു ചെറിയ വെള്ളാരങ്കല്ല്
എന്ന് മാത്രമേ ആ കവി കരുതിയിട്ടുള്ളൂ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വമായിട്ട് ഞാൻ കരുതുന്നത്. അദ്ദേഹം സ്വയം ഒരു ദിവ്യത്വ പരിവേഷമൊന്നും കൊടുത്തിട്ടില്ല.